അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ രക്തവും ശരീരവും സംബന്ധിച്ച കുറ്റക്കാരൻ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. വളരെ ഗൗരവമേറിയ ശുശ്രൂഷയുടെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ എല്ലാ ദൈവമക്കളും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഇനിയും മറ്റേ ഒരു കാര്യം നമ്മള് ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ച് നിർത്തിയതുപോലെ, മഞ്ഞ കനലിൽ ഇടിച്ച് പൊടിച്ച് അപ്പമാക്കുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായി നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ ദഹിച്ച് നമുക്ക് ജീവനുള്ള അപ്പമായി തീർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകിയ ഈ പദവിക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിർമ്മലന്മാർ ഭുജിക്കുന്ന അപ്പത്തിന്റെ യോഗ്യതക്കാരായി തീരാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അതിന് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഇന്ന് രാവിലെ ഒരു നിമിഷം എല്ലാവരും ആ ക്രൂശ് കാണത്തെ ഒന്ന് ഓർത്ത് ധ്യാനിച്ചുകൊണ്ടിരുന്നാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവജനം നാം അവനുമായി എല്ലാവരും സ്തോത്രം ചെയ്താൽ കർത്താവിന്റെ മേശയുടെ മുൻപിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ നിശബ്ദരായിട്ടിരിക്കാനല്ല, നാശകരമായ കുഴികളിൽ നിന്ന് എന്റെ ദൈവം എന്നെ വീണ്ടെടുത്തു. അതുകൊണ്ട് എല്ലാ ദൈവമക്കളെയും അപ്പത്തെയും പാനപാത്രത്തെയും കർത്താവ് നമുക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പാപികളും ദോഷികളുമായിരുന്ന ഞങ്ങളെ വീണ്ടെടുക്കുവാനായി അങ്ങയുടെ ഓമന കുമാരനെ കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തകർത്തത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ മരണ പുനരാഗമനങ്ങളെ സ്മരിച്ചുകൊണ്ട് കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈ അപ്പത്തെ അങ്ങ് ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്നാൽ കർത്താവായ യേശുവിനെ
കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി മുറുക്കി, ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഈ പാനപാത്രവും അങ്ങ് ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ചു നൽകണമേ. അങ്ങ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഹല്ലേലൂയ. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇതിൽ നിന്ന് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നമ്മുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും വീണ്ടെടുപ്പിനായി യേശുവിന്റെ തിരുശരീരം നമുക്ക് വേണ്ടി മുറിക്കപ്പെടുകയും അവന്റെ തിരുശരീരത്തിൽ നിന്ന് രക്തം ചൊരിയുകയും ചെയ്തു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി കൊടുപ്പീൻ. We